പഠിക്കാനിരിക്കുന്ന കുട്ടികൾ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും പഠിച്ചു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനായുള്ള ചില സിമ്പിൾ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ചെയ്യുന്നത്, നിങ്ങൾ ഏതൊരു സബ്ജക്റ്റ് ആണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ സബ്ജക്റ്റിലെ ഏത് ചാപ്റ്റർ ആണോ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ചാപ്റ്റർ നിങ്ങൾ ഡിഫറെൻറ്റ് പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോ പാർട്ടും നിങ്ങൾ ഓരോ ദിവസം പഠിക്കുക. എല്ലാ പാർട്ടും കൂടി ചേർത്തിട്ട് ഒരു ചാപ്റ്റർ നിങ്ങൾ മൊത്തത്തിൽ ഒരു ദിവസം പഠിക്കരുത്. ഓരോരോ പാർട്ടാക്കി മാറ്റിയിട്ട് ഓരോ പാർട്ടും നിങ്ങൾ ഓരോ ദിവസം പഠിക്കുക. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോ ചാപ്റ്ററും പഠിച്ചു തീർക്കാനൊരു ഡെഡ് ലൈൻ വെക്കുക. ഒരു 1 വീക്ക് ടൈം, അതായത് ഓരോ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 1 വീക്ക് ടൈം അല്ലെങ്കിൽ ഒരു 2 വീക്ക് ടൈം കൊടുക്കുക. ആ ഡെഡ് ലൈനുള്ളിൽ നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചു തീർക്കുന്ന ഒരു പ്രതിജ്ഞ നിങ്ങൾ മനസ്സിലെടുക്കുക. മൂന്നാമതായിട്ട് ചെയ്യേണ്ടത്, ഒരു ദിവസം നിങ്ങൾ 3 മണിക്കൂറാണ് പഠിക്കാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂറാണ് പഠിക്കാൻ എടുക്കുന്നതെങ്കിൽ ആ പഠിക്കാൻ എടുക്കുന്ന സമയത്തെ 3 ടൈം പീരീഡ് ആക്കി ഡിവൈഡ് ചെയ്യുക. 2 മണിക്കൂറാണെങ്കിൽ 40 മിനിറ്റിന്റെ 3 പീരീഡ് ആക്കി ഡിവൈഡ് ചെയ്യുക. എന്നാൽ ആദ്യത്തെ 40 മിനിറ്റ് നിങ്ങൾ ഒരു ചാപ്റ്ററിൽ ഒരു പാർട്ട് പഠിക്കുന്നു, അടുത്ത 40 മിനിറ്റ് വേറെ സബ്ജക്റ്റിലെ വേറെ ചാപ്റ്ററിലെ വേറൊരു പാർട്ട് പഠിക്കുന്നു, അടുത്ത 40 മിനിറ്റ് നിങ്ങൾ വേറൊരു സബ്ജക്റ്റ് പഠിക്കുന്നു. അതായത് ഈ പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്നത് ഒരൊറ്റ വിഷയമാകരുത്, 3 വിഷയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പാർട്ടാക്കി പഠിക്കണം. ഓരോ സമയം പഠിക്കുമ്പോഴും അതിനിടയിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കണം. ഇങ്ങനെ ബ്രേക്ക് എടുത്ത് പഠിക്കുമ്പോൾ ആ ബ്രേക്കിന്റെ സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ആ ബ്രേക്കിന്റെ സമയത്ത് നിങ്ങൾ ഒന്ന് റൂമിലൂടെ നടക്കുകയോ പാരൻസിനോട് സംസാരിക്കുകയോ ജസ്റ്റ് കുറച്ച് വെള്ളം കുടിക്കുകയോ റിലാക്സ് ആയിട്ട് നിൽക്കുക. അങ്ങനെ ബ്രേക്ക് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതായിട്ട്, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഇൻട്രസ്റ്റ് അഥവാ താല്പര്യം വേണം. നിങ്ങൾ ഇൻട്രസ്റ്റോട് കൂടി അല്ലെങ്കിൽ താല്പര്യത്തോടു കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വേഗത്തിൽ പഠിക്കാൻ പറ്റും.